അങ്ങോട്ടായപ്പോ പാത്തുമായിട്ട് പ്രാന്ത് പിടിച്ചതുപോലെ കുറെ ദിവസം ഇവിടെ ഒക്കെ പ്രാഞ്ചി നടന്നു. ഒരു ദിവസം രാവിലെ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു ഇക്കായെ കാണാൻ ഇച്ചിക്കരയ്ക്ക് പോവാണ്. അന്ന് ഇവിടുന്ന് പോയതാ. നമുക്ക് നമ്മുടെ ഉമ്മയെ കാണാം. കാണാവിടെ ഉത്സവം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോയി കാണാം. അണ്ണം കൂടെ വരാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോവില്ല. നീ ഇപ്പോഴും പേടിത്തണ്ടനാണോടാ? നമ്മളിപ്പോ ചൂണ്ടുകുടുംബത്തിന്റെ ആശാനാണ്. ഒറ്റ ചൂണ്ടിയാ മുട്ടനാണ് കുട്ടിയിടും. പിന്നെ അമ്മേ, നമ്മുടെ ലക്ഷ്മിക്കുട്ടിയും പാറക്കുട്ടിയും കാണാറുണ്ടോ? കൊണ്ടുപോനെ മുടിക്കരെ തൊഴാൻ വരുമ്പോ കാണാറുണ്ട്. അവരെ നീ ഇപ്പൊ അറിയത്തില്ല. രണ്ടുപേരും വളർന്ന് മിടുക്കികളായി. നിന്റെ കാര്യമൊക്കെ ചോദി. അമ്മച്ചി ഇതാ അച്ഛൻ നിർണയിച്ചതാ. എന്റെ പരവും അസുഖാരുമാ. മക്കളെ, നമ്മുടെ കൊടിക്കാരൻ കുട്ടമ്പിള്ളയുടെ മോളായിരുന്നു. നിന്റെ കൂടെ എടുത്തു നിർത്തിയ ഒരു അസുപിള്ളയില്ലേ, അവനാണ് അത് പടം കൊടുത്തിരിക്കുന്നത്. അപ്പിപ്പിള്ളക്ക് സുഖമാണോ? ഇപ്പൊ എന്താ ജോലി? കായലിൽ ചൂണ്ടയിടാൻ പോവും. പിന്നെ മുടിപ്പുഴയിൽ കുടയെടുപ്പുണ്ട്. അത് കൊള്ളാമല്ലോ. അമ്മാവന് കൊടിയെടുപ്പ്, മരുമകന് കൊടയെടുപ്പ്. ജാനി എന്ത് ചെയ്യുന്നു? ഞാൻ അമ്മാവന്റെ വീട്ടിലെ അടുത്തൊലിക്കാരിയാ. ഓഹോ, അപ്പൊ ലക്ഷ്മിക്കുട്ടിയോട് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. പറയാം. അമ്മച്ചി, മുടിപ്പുഴ കളങ്കാവിന് നേരമായി. ഞാൻ വെച്ചോട്ടെ? അത് നടക്കില്ല. നടക്കില്ല. നിങ്ങൾ എടുക്കില്ല. വരൂ, എടുക്കാനാ പറഞ്ഞത്. അത് മനസ്സിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. പറക്കമുറ്റാത്ത കാലത്ത് കണ്ണിച്ചോറയില്ലാതെ അടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്തു. ഇനി ആ കൈപൊക്കിയാണ് ഞാൻ അരിഞ്ഞുകളയും. അവരൊക്കെ പണവും ആശേഷിയുള്ളവരാണ്. നീ ഒറ്റയ്ക്കാണെന്ന കാര്യം മറക്കരുത് മോനെ. അവന്മാർക്ക് എല്ലാവർക്കും കൂടി ഞാൻ ഒറ്റയ്ക്ക് മതിയമ്മേ. അമ്മ പേടിക്കാതിരിക്കും. അന്നോ എന്താ മുടുപ്പിലെന്ന് ചട്ടമ്പിയാരും പ്രമാണിമാരും എല്ലാം മുണ്ടും തുണിയില്ലാതെ ഒളിമി തട്ടുന്നത്. വെട്ടാൻ വരുന്ന പോത്തിനോട് ഭേദം ഓടിയാൽ പറ്റുമോ? ചെറുതായിട്ടൊന്ന് സൽക്കരിക്കേണ്ടി വന്നു. സംഗതി പറ്റെങ്കിലേ ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടവൻ. എന്ന് വെച്ചാൽ നിങ്ങൾ വഴക്കുണ്ടാക്കിക്കൊണ്ട് മുറപ്പെണ്ണ് മേലാൽ വീട്ടിന് വെളിയിൽ ഇറങ്ങരുതെന്ന് പ്രമാണി വിലക്കിയിരിക്കുകയാണ്. ഇതാര് പറഞ്ഞു? ഓഹോ, എന്നാൽ ലക്ഷ്മിക്കുട്ടി നമുക്ക് അങ്ങോട്ട് പോയി കാണാം. എന്തിനാ അവിടെയും പോയി വഴക്കുണ്ടാക്കണം? എനിക്ക് വഴക്കുണ്ടാക്കണമെന്നില്ല, പക്ഷെ ലക്ഷ്മിക്കുട്ടിയെ കാണുന്നു. നമ്മളതിനൊരു വേല ഭക്തി തരാമെന്ന്. എങ്ങനെ? അതിൽ പുതിയ ചൂണ്ടുവന്നു. അന്നെനിക്ക് പെണ്ണെ കണ്ടാൽ മതിയല്ല. ഇന്ന് രാത്രി നമ്മൾ കാണിച്ചത് നിങ്ങളവിടെ പിളക്കാതെ നിൽക്കി. എന്തിനാ എപ്പോഴും പരമേട്ടനെ പൊക്കി പറയുന്നത്? അച്ഛൻ കേട്ട തല്ലി കൊല്ലും. കൊല്ലട്ടെ, എന്നാലും ഞാൻ പരമേട്ടനെ മറക്കില്ല. പിന്നെ അയാളെ കൊണ്ട് അക്കച്ച് കെട്ടിക്കാൻ പോവല്ലേ? കെട്ടിച്ചാലെന്താ? ചേട്ടൻ അന്യനൊന്നും അല്ലല്ലോ. ഒരുങ്ങിയിരുന്നോ? കൊച്ചിനെ നാട് വിട്ട് പോയിട്ടേ ഇപ്പഴാ വന്നത്. ഇനി എപ്പോഴാ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. നിങ്ങളുടെ മാത്രം ഈ പൂശണോ? നിങ്ങൾ നല്ലപോലെ പൂശുമോ? അല്ല, അതിപ്പോ പൂശിച്ചു അറിയാറപ്പോ. കൊച്ചനെ, ഞാൻ അറ തുറന്നേ പാത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കട്ടെ? വേണ്ട, ഞങ്ങൾ എടുത്തു കൊടുത്തോളാം. ബാക്കിക്ക്
ഈ വേഷം കണ്ടാൽ ആരും തിരിച്ചറിയില്ല. പരമോണ് ലക്ഷ്മിക്കുട്ടിയെ ഒന്ന് കാണണം. അക്കാര്യം ലക്ഷ്മിക്കുട്ടിയോട് നേരിട്ട് പറയാൻ നിന്നോട് പറഞ്ഞപ്പോ നിനക്കൊരു പേടി, അതുകൊണ്ടാണ് നമ്മൾ ഈ വേഷം എടുത്തത്. കള്ളിവൃത്തായല്ലേ? അടച്ചോണ്ടാൻ വിചാരിച്ചപ്പോൾ നമ്മളെ പിടികൂടൂല. മൂപ്പിലെവിടെയുണ്ട്? മുൻപുറത്തുണ്ട്. വേണ്ടി വന്നാൽ നമ്മൾ മൂപ്പിലിനെ ഒന്ന് പൂശും. മണ്ടത്തിലൊന്നും കാണിക്കരുത്. നിന്നെയും നമ്മൾ പൂശും. ഈയം കൊണ്ടല്ല, അത്ര കൊണ്ട് നിന്നെ നമ്മൾ പൂശും. ആട്ടെ, ഇപ്പൊ പോയ രണ്ടുപേര് ലക്ഷ്യക്കുട്ടിയാണ്. ഒന്നാം തരമായിട്ട് പൂശണം കേട്ടോ. നമ്മൾ അസ്ഥരായിട്ട് പൂശും. പൂശി കഴിഞ്ഞിട്ട് നിങ്ങളിത് നോക്കി നിങ്ങളുടെ മോഹാധിക്കാം. നിനക്ക് മധുരകത്ത് പട്ടക്കാരൻ ജോലി തരാമെന്നാ സ്വാമി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ട പറ്റുന്നത് ഇടാ നല്ല ശമ്പളമാണ്. എന്തിനാ പറ്റുന്ന ശമ്പളം? ഇവിടത്തെ നടപടികൾ കണ്ടുകൊണ്ടിരുന്നാൽ മതിയല്ല, പറയത്തില്ല. ആ എന്നാ വേണ്ട. കൊച്ചിനെ കാണിയും കൂടി ഇരിക്കുന്നത് ഞാൻ ജനലിൽ കൂടി ഉടിഞ്ഞു നോക്കി. അത് കാണുന്നത് അതിന് എന്നോടൊന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി കാണുന്നത് ഈ ജോലി അത് എന്തിനാ എന്നെ വിളിപ്പിച്ചത്? പറയാം. വേണ്ട. ഞാൻ പിന്നീടാണ് ആളെ മനസ്സിലാക്കിയത്. അപ്പൊ ഇങ്ങോട്ട് ക്ഷണിക്കാതിരിക്കുന്നത് ക്ഷണിച്ചെന്തിനാണെന്നാ ചോദിച്ചത്? ഇതെന്താ, പെണ്ണുങ്ങളെ കാണുന്ന ഇഷ്ടമല്ലേ? ഞാൻ ഒത്തുപോകുന്നതായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറി ആർക്കും മുഖം കൊടുക്കാറില്ല. നിന്റെ മുഖം കാണാൻ പലരും വരുമായിരിക്കും, പക്ഷെ അക്കൂട്ടത്തിൽ എന്നെ കണക്കാക്കരുത്. അങ്ങനെ കണക്കാക്കിയെങ്കിൽ ഞാൻ അങ്ങോട്ട് ആളെ അയക്കുന്നു. ദിവാൻ പേഷ്കാർ വന്നാൽ പോലും തിരിഞ്ഞു നോക്കാത്തവളാണ് ഞാൻ. ഇല്ലേ, പരമേശ്വരനെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. എടുക്കടി കയ്യ്. എടുക്കാൻ. ഓക്കെ, നിനക്ക് സർവാധികാരികളും പ്രമാണിമാരും ഒക്കെ കാണും. നീ ഒന്ന് ചിരിച്ചാൽ അവനൊക്കെ പട്ടികളെ പോലെ വാലാക്കും. പക്ഷെ എന്നെ അവന് കിട്ടൂ. ഞാൻ വെള്ളായണി പരമുമാണ്, ഓർമ്മയിൽ. നമ്മള് പാത്രങ്ങളൊക്കെ അസ്ഥിരായിട്ട് പൂശില്ലേ? പാത്രത്തിന്റെ കൂടെ അച്ഛന്റെ വടി എന്തിനാ പൂശിയത്? പ്രമാണിയംഗത്തിന്റെ വഴിയല്ലേ, അതും വയസ്സായി കാണും. മൂപ്പരുടെ തലമുടി പോലെ അതോട്ട് വെളുത്തിരിക്കട്ടെ. നമ്മൾ അച്ഛൻ കണ്ട ഓടിക്കും. ഓടാൻ തയ്യാറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെന്താ? നമ്മൾ വന്നത് ലക്ഷ്മിക്കുട്ടിയോട് രഹസ്യം പറയാനാണ്. എന്ത് രഹസ്യം? പരമോളെ ഇന്ന് രാത്രി കുഞ്ഞിനെ കാണാൻ ആ കുളക്കള ഇവിടെ കാത്തു നിൽക്കും. തോറ്റം പോയിട്ട് കേൾക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നാ മതി. വരുമോ? വരാം. അറിയരുത്. ഇല്ല, പരമശേഷനോട് തീർച്ചയായും വരാൻ പറയണം. അത് നമ്മളെ അവൻ അത്ര